പത്തനംതിട്ടയിലെ വിവരങ്ങൾ തേടുകയാണ് ഷിജോ കുര്യൻ, നമ്മുടെ പ്രതിനിധി അവിടെ നിന്ന് ചേർന്ന്. ഷിജോ, നിലവിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? അതിശക്തമായ കാറ്റും മഴയും ഒക്കെയാണ് അവിടെ. ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഷിജോ? അസിത, സുഹൈൽ, നിലവിലെന്തായാലും നേരത്തെ മേഘന സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അതിനകത്ത് കൊല്ലത്തും പത്തനംതിട്ടയിലുമൊക്കെ യെല്ലോ അലേർട്ടാണ്. നിലവിലെന്തായാലും ഉച്ചവരെ ഏതാണ്ട് ഒരു 12-11 വരെയൊക്കെ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്തരീക്ഷമൊക്കെ തെളിഞ്ഞ് മേഘാവൃതമല്ലാത്ത ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ് നിലവിൽ പത്തനംതിട്ടയിലും കൊല്ലത്തുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഒരു തലനാരിഴയ്ക്കൊക്കെ രക്ഷപ്പെടുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. അതുപോലൊരു അപകടത്തിൽ നിന്ന് ചില യാത്രക്കാർ രക്ഷപ്പെട്ട ഒരു വാർത്തയാണ് കൊല്ലം കുണ്ട്ര കേരളപുരത്ത് നിന്ന് പുറത്തു വരുന്നത്. ഉച്ചയ്ക്ക് 1:30 അവിടെ ഒരു മരം, ഉണങ്ങിയ ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ കാലം കുറേയായിട്ട് അവിടെ നിൽക്കുന്നതാണ്. അത് വെട്ടിമാറ്റണമെന്ന് അവിടെയുള്ള നാട്ടുകാരും ബന്ധപ്പെട്ട കടക്കാരും സ്കൂളിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഒക്കെ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ പറഞ്ഞതാണ്. പക്ഷേ അവരൊന്നും അത് ചെവിക്കൊണ്ടിരുന്നില്ല. എന്നാലും ഇന്ന് ഉച്ചയ്ക്ക് 1:30 ആ വലിയ മരം, ഉണങ്ങി നിന്നിരുന്ന മരം കടപുഴകി ഒരു KSRTC ബസ്സിന് മുകളിലേക്കാണ് വീണത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാം. KSRTC ബസ്സിൻ്റെ മുകളിലേക്ക് ആ മരം സാവധാനമാണ് വന്ന്, അതീവ ശക്തിയിലല്ല വന്ന് വീണത്, സാവധാനമാണ് വന്ന് വീണത്. അതുകൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഇതിൽ രക്ഷപ്പെട്ടത് KSRTC ബസ്സിലെ യാത്രക്കാർക്ക് പുറമെ ആ KSRTC ബസ്സിന് മുമ്പിലൂടെ പോയ ബൈക്കിലെ യാത്രക്കാരാണ്. ആ ബൈക്കാണ് ഒരുപക്ഷെ ഈ മരത്തിനടിയിലേക്ക് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ ആ ബൈക്കിലെ യാത്രക്കാരന് ജീവഹാനി അടക്കം സംഭവിക്കുമായിരുന്നു. എന്തായാലും അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ബൈക്കുകാരൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. KSRTC ബസ്സിൻ്റെ തൊട്ട് പിന്നിൽ വന്ന ബൈക്ക് യാത്രികനും സമയോചിതമായിട്ട് തന്നെ വണ്ടി വെട്ടിച്ച് മാറ്റിയതിനാൽ അദ്ദേഹവും രക്ഷപ്പെട്ടിട്ടുണ്ട്. കാൽനട യാത്രക്കാരും ഓടി മാറി. KSRTC ബസ്സിൻ്റെ ഒരു ഭാഗം ഈ മരത്തിൻ്റെ ശിഖരം കൊണ്ട് അല്പം ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനകത്ത് അധികൃതരുടെ ഒരു വീഴ്ച എടുത്ത് കാണേണ്ടതാണ്. ആ കേരളപുരത്ത് കഴിഞ്ഞ ദീർഘകാലമായിട്ട് ആ മരം അവിടെ ഉണങ്ങി നിൽക്കുകയാണ്. ഏത് സമയത്തും നിലം പൊത്താം, അല്ലെങ്കിൽ ആരുടെയൊക്കെ ദേഹത്തേക്ക് വീഴാമെന്നൊക്കെ അവിടെയുള്ള ആളുകൾ പറഞ്ഞതാണ്. അതാരും ചെവിക്കൊണ്ടിരുന്നില്ല. എന്തായാലും വലിയ അപകടത്തിലേക്ക് പോകാതെ ആ അപകടത്തിൻ്റെ വലിയ വ്യാപ്തി കുറച്ചുള്ള ഒരു ചെറിയ മരം വീണാണ് അവിടെ സംഭവം. ഒരു ചെറിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. KSRTC ബസ്സിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു പോയിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.